നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരിയാണ്. സിമ്പിൾ കണ്ടംപററി ഡിസൈനിൽ ചെയ്തിട്ടുള്ള 4 ബെഡ്റൂമുകളോട് കൂടിയിട്ടുള്ള വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളെ കാണിക്കുന്നത്. ഒരുപാട് ഇൻറ്റീരിയർ ഒന്നും കുത്തിക്കയറ്റാതെ വളരെ സിമ്പിളായിട്ട് ഒരു മീഡിയം സെഗ്മെൻറ്റിൽ നമുക്ക് ചെയ്യാവുന്ന തരത്തിലുള്ള മനോഹരമായിട്ടുള്ള ഇൻറ്റീരിയറാണ് ഈ വീട്ടിൽ ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം ഈ വീടിൻ്റെ അകവും പുറവും എങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളതെന്ന്. എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടെ മൈ ബെറ്റർ ഹോമിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. വീടിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീടിന് വർക്ക് ചെയ്തിട്ടുള്ള ആർക്കിടെക്റ്റുകളെ, എഞ്ചിനീയേഴ്സിനെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ലാൻഡ് ആർക്ക് സ്റ്റുഡിയോ എന്ന് പറയുന്ന ആർക്കിടെക്ചറൽ സ്ഥാപനമാണ് ഈ വീടിൻ്റെ കൺസ്ട്രക്ഷനും സൂപ്പർവിഷനും എല്ലാം ചെയ്തിരിക്കുന്നത്. താമരശ്ശേരി തന്നെയാണ് അവരുടെ സ്ഥാപനം വരുന്നത്. അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കാണാവുന്നതാണ്. വീടിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് വരികയാണെങ്കിൽ റോഡ് ലെവലിൽ നിന്നും വീട് അല്പം ഉയർന്നു നിൽക്കുന്ന രീതിയിലാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഈ പ്ലോട്ട് അങ്ങനെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ റോഡിൽ നിന്ന് നമ്മുടെ പ്ലോട്ടിലേക്ക് വരുന്ന സ്ഥലത്ത് സ്റ്റോണായിട്ട് നൽകിയിരിക്കുന്നത് കോബിൾ സ്റ്റോൺ ആണ്. നടുഭാഗത്ത് ഇതേപോലെ പേവർ സ്റ്റോണുകൾ നൽകിയിട്ടുണ്ട്. പേവർ സ്റ്റോണുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടുഭാഗത്ത് നമുക്ക് ഗ്രാസ് വളർത്താൻ പറ്റുന്ന തരത്തിൽ ഗ്രാസ് പേവർ എന്നൊക്കെ പറഞ്ഞറിയപ്പെടുന്ന തരത്തിലുള്ള ഇൻ്റർലോക്ക് കട്ടകളാണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. ഇത് കോബിൾ സ്റ്റോൺ ആണ്, ഇത് നാച്ചുറൽ സ്റ്റോൺ ആണ്. ലാൻഡ്സ്കേപ്പിങ്ങിലേക്ക് മുറ്റത്തേക്ക് വരികയാണെങ്കിൽ മുറ്റത്ത് മുഴുവൻ വിളിച്ചിരിക്കുന്നത് ബാംഗ്ലൂർ സ്റ്റോൺ ആണ്. അതിനിടയിൽ തന്നെ സ്ട്രിപ്പുകളായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസുകൾ നൽകിയിട്ടുണ്ട്. 12 സെൻറ്റ് സ്ഥലത്തിലാണ് ഈ ഒരു വീട് നിൽക്കുന്നത്. 2500 സ്ക്വയർ ഫീറ്റ് വീടാണ്. അതിൽ തന്നെ 4 ബെഡ്റൂമുകൾ വരുന്നുണ്ട്. 12 സെൻറ്റ് സ്ഥലമാണെങ്കിലും അത്യാവശ്യം ഒരു മുറ്റം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഭാഗത്തൊരു ലാൻഡ്സ്കേപ്പിനുള്ളൊരു സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ലാൻഡ്സ്കേപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ വിരിച്ചിരിക്കുന്നത് നാച്ചുറൽ ഗ്രാസ് ആണ്. പേൾ ഗ്രാസ് എന്നാണ് ഇത്തരം ഗ്രാസുകളെ വിളിക്കുക. കോമ്പൗണ്ട് വാളിനോട് ചേർന്നിട്ട് കലാത്തിയ പ്ലാന്റുകൾ നൽകിയിട്ടുണ്ട്. നാച്ചുറൽ പ്ലാന്റുകളാണിത്. ലാൻഡ്സ്കേപ്പിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാന്റുകളാണ്. മുറ്റത്ത് തന്നെ ഒരു കിണറും ഈ വീട്ടിൽ വരുന്നുണ്ട്. നല്ലൊരു ആംബിയൻസ്, നമുക്കൊരു സാധാരണ നമ്മുടെ വീടിനെ കുറിച്ചുള്ള നമ്മുടെ കൺസെപ്റ്റ് നോക്കുന്ന സമയത്ത് നല്ലൊരു വൈബ് സെറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. വീടിനോട് ചേർന്ന് തന്നെയാണ് കാർ പോർച്ച് നൽകിയിട്ടുള്ളത്. കാർ പോർച്ചിൻ്റെ സൈസിലേക്ക് വരികയാണെങ്കിൽ 3.60 വീതി വരുന്നത്. 5 മീറ്ററാണ് കാർ പോർച്ചിന് അകത്തേക്കുള്ള നീളം വരുന്നത്. ഹെവി ഡ്യൂട്ടി വിട്രിഫൈഡ് ടൈലുകളാണ് കാർ പോർച്ചിൽ ടൈലുകളായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. കാർ പോർച്ചിൽ സീലിംഗ് ചെയ്തിട്ടില്ല, സിമ്പിളായിട്ട് കോൺക്രീറ്റ് തന്നെ ചെയ്തിരിക്കുന്നു. അതിൽ തന്നെ ഒരു സർഫസ് ലൈറ്റ് നൽകിയിട്ടുണ്ട്. എലവേഷൻ്റെ ഡീറ്റെയിലേക്ക് വരികയാണെങ്കിൽ സിമ്പിൾ കണ്ടംപററി സ്റ്റൈലിൽ ഫ്ലാറ്റ് റൂഫായിട്ടാണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. ഓഫ് വൈറ്റ് കളർ ടോണാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ കളറായിട്ട് ഇങ്ങനെ കളർ കുത്തി നിറച്ചിട്ടൊന്നുമില്ല. സിമ്പിളായിട്ടുള്ള ഓഫ് വൈറ്റ് കളർ ടോൺ മാത്രം യൂസ് ചെയ്തിരിക്കുന്നു. പില്ലറുകൾക്ക് ടൈല് യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു ഗ്രീൻ ടോൺ വരുന്ന ടൈലുകളാണ് പില്ലറുകൾക്ക് നൽകിയിട്ടുള്ളത്. മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ടൈലുകളാണ്. അതിൻ്റെ മുകളിലൊരു വുഡൻ ബോർഡർ നൽകിയിരിക്കുന്നത്. പ്ലൈവുഡ് ഉപയോഗിച്ചിട്ടാണ് ആ ഒരു ബോർഡർ നൽകിയിരിക്കുന്നത്. പ്ലാസ്റ്ററിങ്ങിലെല്ലാം മുകൾ ഭാഗത്ത് എഡ്ജുകളെല്ലാം ഒരു സ്ക്വയർ കട്ടിങ് നൽകിയിട്ടുണ്ട്. മാത്രമല്ല പാരപ്പറ്റിൻ്റെ ഭാഗത്ത് ഒരു GI ഹാൻഡ് റെയിൽ നൽകിയിരിക്കുന്നു. 3/4 ഇഞ്ച് സ്ക്വയർ പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഹാൻഡ് റെയിൽ ചെയ്തിരിക്കുന്നത്. 40 സെൻറ്റിമീറ്ററാണ് അതിന് ഹൈറ്റ് വരുന്നത്. സിറ്റ് ഔട്ടിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ സ്റ്റെപ്പുകൾക്ക് ഈ ഒരു സിറ്റ് ഔട്ടിൻ്റെ ലെങ്ത്തിൻ്റെ പകുതി ഭാഗം മാത്രമേ നൽകിയിട്ടുള്ളൂ. ബാക്കി ഭാഗത്ത് ഇതേപോലെ നാച്ചുറൽ പ്ലാന്റുകളാണ് നൽകിയിട്ടുള്ളത്. ലെങ്തി ആയിട്ടുള്ളൊരു സിറ്റ് ഔട്ടാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത്. 6.5 മീറ്ററാണ് ഈ ഒരു സിറ്റ് ഔട്ടിന് നീളം നൽകിയിരിക്കുന്നത്. 2 മീറ്ററാണ് വീതി നൽകിയിരിക്കുന്നത്. ഇന്ത്യൻ മാർബിളാണ് ഇവിടെ ഫ്ലോറിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. വുഡൻ ചെയറുകളാണ് സിറ്റ് ഔട്ടിൽ നൽകിയിരിക്കുന്നത്. ഇവിടെ നൽകിയിരിക്കുന്ന വിൻഡോസിൻ്റെ ഡിസൈൻ നോക്കൂ. 3 കള്ളി വിൻഡോസിൻ്റെ സ്പേസിലാണ് ഈ ഒരു വിൻഡോ വന്നിരിക്കുന്നത്. 2 കള്ളി വിൻഡോസിൻ്റെ സ്ഥാനത്ത് സിമ്പിളായിട്ടുള്ളൊരു ഫ്രെയിം ചെയ്തിട്ട് അതിനകത്ത് പ്ലെയിൻ ഗ്ലാസ് നൽകിയിരിക്കുന്നു. ക്ലിയർ ഗ്ലാസ് ആണ് നൽകിയിട്ടുള്ളത്. ഇവിടെ ഒരു സിംഗിൾ വിൻഡോ നൽകിയിട്ടുണ്ട്. അടിഭാഗത്ത് ഒരു സ്ക്വയർ വിൻഡോ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗം മുകളിലേക്ക് ലിഫ്റ്റ് അപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ആ ഒരു സ്പേസ് നൽകിയിട്ടുള്ളത്. ഒരു മോഡേൺ സ്റ്റൈലിലാണ് വിൻഡോ നൽകിയിരിക്കുന്നത്. ഇവിടേക്ക് വരുന്ന സമയത്ത് ഒരു ഊഞ്ഞാൽ, സ്വിംഗ് ചെയർ എന്നാണ് ഇതിന് പറയുക, നൽകിയിട്ടുണ്ട്. സിറ്റ് ഔട്ടിൽ തന്നെ നമുക്ക് ഊഞ്ഞാൽ ആടാൻ പറ്റുന്ന രീതിയിലാണത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, സിറ്റ് ഔട്ടിൻ്റെ സ്റ്റെപ്പുകൾ കഴിഞ്ഞിട്ടും 1 മീറ്ററോളം പുറത്തോട്ട് പ്രൊജക്ഷൻ ഇവിടെ നൽകിയിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വരുന്ന പില്ലറുകൾ എവിടെയാണ് കൊടുത്തിരിക്കുന്നത് നോക്കൂ. സിറ്റ് ഔട്ട് കഴിഞ്ഞിട്ടാണ് ഇവിടെ പില്ലർ വരുന്നത്. സാധാരണ വീടുകളൊക്കെ സിറ്റ് ഔട്ടിൻ്റെ പില്ലറിനോട് ചേർന്നിട്ടാണ് ഈ ഒരു സ്റ്റെപ്പുകൾ നൽകാറുള്ളത്. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ മഴ പെയ്യുന്ന സമയത്ത് ആദ്യം നനയുന്നത് സ്റ്റെപ്പുകളായിരിക്കും. ഇവിടെ പില്ലർ പുറത്ത് വന്ന സമയത്ത് മഴ പെയ്ത് കഴിഞ്ഞാലും സ്റ്റെപ്പുകളോ അല്ലെങ്കിൽ സിറ്റ് ഔട്ടിൻ്റെ ഫ്ലോറിങ്ങോ നനയുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റെപ്പുകളിൽ സ്ലിപ്പായി വീഴുന്ന യാതൊരു പ്രശ്നവും ഉണ്ടാകുന്നില്ല. നമ്മളൊക്കെ വീട്
വെക്കുന്ന സമയത്ത് ആ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഈ വീടിൻ്റെ ഫ്രണ്ട് ഡോറിൻ്റെ ഡിസൈൻ നമ്മൾ നോക്കുകയാണെങ്കിൽ വുഡൻ ഡോറാണ് നൽകിയിട്ടുള്ളത്. തേക്ക് വുഡാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ള ഗ്രൂസ് നൽകിയിട്ടാണ് ഈ ഒരു ഡോറ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 2 പുൾ ഹാൻഡിൽസും ഇവിടെ നൽകിയിട്ടുണ്ട്. സീലിങ്ങിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ജിപ്സം പ്ലസ് വുഡൻ സീലിംഗ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നോർമൽ കോൺക്രീറ്റ് സീലിങ്ങിന് ശേഷം വീണ്ടും ജിപ്സം ചെയ്തിട്ടാണ് ഈ ഒരു വൈറ്റ് പോർഷൻ നൽകിയിരിക്കുന്നത്. അതിനകത്തുനിന്ന് അകത്തേക്ക് കുറച്ച് ഭാഗം കുഴിച്ച് വെച്ചുകൊണ്ടാണ് വുഡൻ സീലിംഗ് നൽകിയിരിക്കുന്നത്. വെനീർ ലാമിനേഷൻ ഉപയോഗിച്ചിട്ടാണ് അതിന് വുഡൻ ഗ്രെയിൻസ് നൽകിയിട്ടുള്ളത്. കോബ് ലൈറ്റുകൾ, താഴോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന കോബ് ലൈറ്റുകളാണ് സീലിങ്ങിൽ യൂസ് ചെയ്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിൽ നിന്നും നേരെ കയറി വരുന്നത് ഒരു ഫോയർ സ്പേസിലേക്കാണ്. എൻ്റെ വലതുഭാഗത്ത് ഇവിടുത്തെ ലിവിങ് സ്പേസ് ആണ് നൽകിയിരിക്കുന്നത്. അതിനോട് ചേർന്ന് ഈ ഭാഗത്തൊരു ഡൈനിങ് സ്പേസ് കൂടെ നൽകിയിട്ടുണ്ട്. നമുക്ക് ഓരോ ഭാഗവും എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. ഫോയർ സ്പേസിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നൽകിയിരിക്കുന്ന സീലിംഗ് ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായിട്ട് നമുക്ക് തോന്നുന്നത്. ജിപ്സം പ്ലസ് വുഡൻ സീലിംഗ് നൽകിയിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ സെൻറ്ററിലൊരു ഹാങ്ങിങ് ലൈറ്റ് കൂടെ നൽകിയിട്ടുണ്ട്. ഫോർമൽ ലിവിങ് സ്പേസിലേക്ക് നമ്മൾ കയറുന്ന ഭാഗത്ത് ഇതേപോലെ പ്ലൈവുഡ് പാനലിങ് ചെയ്തിരിക്കുന്നു. അതിൽ വുഡൻ ഗ്രെയിൻസ് വരുന്ന ലാമിനേഷൻ നൽകിയിട്ടുണ്ട്. ഒരു കോർണർ ഷേപ്പ് സോഫയാണ് ഫാമിലി ലിവിങ് സ്പേസിൽ നൽകിയിരിക്കുന്നത്. കോഫി ബ്രൗൺ കളറാണ് സോഫയ്ക്ക് നൽകിയിട്ടുള്ളത്. ഇവിടെ ഒരു പാർട്ടീഷൻ നൽകിയിരിക്കുന്നു. ഡൈനിങ് സ്പേസിനെയും ലിവിങ് സ്പേസിനെയും സെപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പാർട്ടീഷൻ നൽകിയിട്ടുള്ളത്. ഒരു ഓപ്പൺ സ്റ്റൈലിലാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സെമി ഓപ്പൺ സ്റ്റൈൽ കിട്ടുന്ന രീതിയിലാണ് ലിവിങ്ങും ഡൈനിങ്ങും തമ്മിലുള്ള സെപ്പറേഷൻ നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്ത് ഒരു TV യൂണിറ്റ് നൽകിയിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ളൊരു TV യൂണിറ്റ് ഡിസൈനാണ് നൽകിയിരിക്കുന്നത്. പ്ലൈവുഡിൽ വൈറ്റ് ലാമിനേറ്റ്, അക്രലിക് ലാമിനേറ്റ് നൽകിയിട്ട് തൊട്ട് ബാക്കിൽ പ്ലൈവുഡിൽ ഗ്രൂസുകൾ നൽകിയിട്ട് അത് വെനീർ ലാമിനേറ്റ് ചെയ്തിരിക്കുന്നു. ബോട്ടം പോർഷനിൽ ഒരു സ്റ്റോറേജ് യൂണിറ്റ് ആയിട്ട് സിമ്പിൾ ആയിട്ടുള്ള വുഡൻ പ്ലസ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്നൊരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിരിക്കുന്നു. കേർട്ടൻസ് എല്ലാം നൽകിയിരിക്കുന്നത് ബ്ലൈൻഡ് ആയിട്ടാണ്. റോമൻ ബ്ലൈൻഡുകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ലിവിങ് സ്പേസ് ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സീലിംഗിലേക്ക് നോക്കുകയാണെങ്കിൽ വലിയൊരു ഷാൻഡ്ലിയർ ലൈറ്റ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഏതാണ്ട് ഒരു റൂമിൻ്റെ അത്രയും ഹൈറ്റ് വരുന്ന 10 അടി ഹൈറ്റ് വരുന്ന ഷാൻഡ്ലിയർ ലൈറ്റാണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു ലിവിങ് സ്പേസിൻ്റെ ഭംഗി മുഴുവൻ ആ ഒരു ഷാൻഡ്ലിയർ ലൈറ്റിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്സ്റ്റെയറിന് ഇങ്ങോട്ടൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടെയെല്ലാം GI പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് ഹാൻഡ് റെയിൽ നൽകിയിരിക്കുന്നത്. അതിൻ്റെ ടോപ്പിലും വുഡൻ എലമെൻറ്റ് നൽകിയിട്ടുണ്ട്. ലിവിങ് സ്പേസ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇൻറ്റീരിയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇനി ഡൈനിങ് സ്പേസ് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ഡൈനിങ് സ്പേസിലേക്ക് നമ്മൾ പോകുന്ന ഭാഗത്ത് ഈ ഒരു പില്ലറിന് മുകളിൽ ഒരു ക്ലോക്ക് നൽകിയിരിക്കുന്നുണ്ട്. ഇപ്പോൾ പല വീടുകളിലും ഇതേപോലെ ഒരു വാൾ ക്ലോക്ക് നൽകിയത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയാണ് ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒരേ സമയം 8 പേർക്ക് ഇരിക്കാവുന്ന തരത്തിലുള്ള ഡൈനിങ് ടേബിൾ സെറ്റാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. കുഷൻ വരുന്ന തരത്തിലുള്ള ചെയറുകളാണ് ഈ ഒരു ഡൈനിങ് സ്പേസിൽ നൽകിയിരിക്കുന്നത്. ഡൈനിങ് സ്പേസിൻ്റെ വിശാലത ഫീൽ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വാള് കംപ്ലീറ്റ് ആയിട്ട് കർട്ടൻ വാളായിട്ടാണ് നൽകിയിരിക്കുന്നത്. കർട്ടൻ വാൾ എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഒറ്റ ഗ്ലാസ് ആയിരിക്കും നൽകുന്നുണ്ടാവുക. ഇത് ടഫൻഡ് ഗ്ലാസ് ആണ്. വേറെ ഗ്രില്ലോ കാര്യങ്ങളോ ഒന്നും നൽകുന്നില്ല. ഔട്ട്സൈഡിൽ പ്ലാന്റുകൾ വെച്ചിരിക്കുന്നു. നാച്ചുറൽ പ്ലാന്റ്സ് ഔട്ട്സൈഡ് വെച്ചിരിക്കുന്നു. അതിനുശേഷം ടഫൻ ഗ്ലാസ് വെച്ചിരിക്കുന്നു. ഇവിടെ വാൾ പാനലിങ് ചെയ്തിരിക്കുന്നു. 2 ലെയർ കേർട്ടൻസ് നൽകിയിരിക്കുന്നു. ഈ ഒരു സിസ്റ്റത്തിനെ നമ്മൾ കേർട്ടൻ വാള് എന്നാണ് വിളിക്കുക. ഡൈനിങ് സ്പേസിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇരുന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ലിവിങ് സ്പേസിൽ ആരാണ് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. എന്നാൽ തന്നെ ഇവിടെ ഒരു പാർട്ടീഷനും നൽകിയിട്ടുണ്ട്. ഇവിടുത്തെ സീലിംഗിലേക്ക് വരികയാണെങ്കിലും അത്യാവശ്യം നല്ല ഭംഗിയിൽ തന്നെ സീലിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു ജിപ്സം പ്ലസ് വുഡൻ കോമ്പിനേഷനാണ് ഇവിടെയും നൽകിയിട്ടുള്ളത്. നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് ഡൈനിങ് സ്പേസിലും നൽകാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഡൈനിങ് സ്പേസിൻ്റെ സൈസ് പറയുകയാണെങ്കിൽ വലിയ സൈസ് നൽകിയിട്ടുള്ള ഒരു മീഡിയം സൈസാണ് ഇവിടെ എല്ലാത്തിനും നൽകിയിരിക്കുന്നത്. ഡൈനിങ് സ്പേസിന് 3.60 വീതി നൽകിയിരിക്കുന്നത്. 5 മീറ്ററാണ് ഇതിന് നീളം നൽകിയിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം പാസേജ് സ്പേസ് കിട്ടും. നല്ലൊരു ഡൈനിങ് സ്പേസ് ഏരിയയും അവിടെ ലഭിക്കുന്നുണ്ട്. ഈ ഭാഗത്താണ് വാഷ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കേസിൻ്റെ അടിഭാഗത്തേക്കായിട്ട് വാഷ് ഏരിയ ചെയ്തിരിക്കുന്നത് നാനോ വൈറ്റ് ആണ്. ഇവിടെ കൗണ്ടർ ടോപ്പായിട്ട് നൽകിയിരിക്കുന്നത്. വൈറ്റ് കളറിൽ വരുന്ന ഒരു ഓവൽ ഷേപ്പിൽ വരുന്ന ഒരു വാഷ് ബേസിൻ നൽകിയിരിക്കുന്നു. സിമ്പിൾ ആയിട്ടുള്ളൊരു മിറർ നൽകിയിരിക്കുന്നു. ഒരു മിറർ ലാമ്പ് നൽകിയിരിക്കുന്നു. ചുറ്റും നൽകിയിരിക്കുന്നത് ടൈലാണ്. അതിൽ ബ്ലാക്ക് എപ്പോക്സി നൽകിയിട്ടുണ്ട്. നല്ല വൃത്തിയിൽ സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വാഷ് ബേസിനാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സ്റ്റെയർ കേസിൻ്റെ ബാക്കി ഭാഗങ്ങളെല്ലാം ഇതേപോലെ
വുഡൻ പാനലിങ് ചെയ്തിരിക്കുകയാണ്. ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമും അപ്സ്റ്റെയറിൽ 2 ബെഡ്റൂമാണ് നൽകിയിട്ടുള്ളത്. പ്ലാൻ നോക്കുകയാണെങ്കിൽ അതിൽ ലിവിങ് സ്പേസ് വരുന്നു, പിന്നെ ഒരു ഡൈനിങ് സ്പേസ്, അതിനോട് ചേർന്നിട്ടൊരു വാഷും സ്റ്റെയർ കേസ് ഏരിയയും വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ വാൾ പാനലിങ് ചെയ്തിരിക്കുകയാണ്. പ്ലൈവുഡ് ഉപയോഗിച്ചാണ് വാൾ പാനലിങ് ചെയ്തിരിക്കുന്നത്. 710 ഗ്രേഡ് മറൈൻ പ്ലൈവുഡാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. വെനീർ ലാമിനേഷനാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു പാസേജ് സ്പേസിൽ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ഇടത് ഭാഗത്ത് കിച്ചനാണ് വരുന്നത്, വലത് ഭാഗത്ത് വരുന്നതാണ് മാസ്റ്റർ ബെഡ്റൂം. കിച്ചൺ കാണുന്നതിന് മുമ്പ് തന്നെ നമുക്ക് മാസ്റ്റർ ബെഡ്റൂം എന്ന് കാണാം. ഇവിടുത്തെ ഡിസ്ട്രിബ്യൂഷൻ ബോക്സും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഭാഗത്താണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ കോമൺ സ്പേസിൽ നിന്ന് കാണാത്തൊരു സ്ഥലത്ത്, എന്നാൽ തന്നെ വളരെ കോമൺ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് വീടിനകത്ത് നൽകിയിട്ടുള്ളത്. മാസ്റ്റർ ബെഡ്റൂമിലേക്ക് നേരെ നമ്മൾ കയറി വരികയാണെങ്കിൽ സ്പേഷ്യസ് ആയിട്ടുള്ള സൗകര്യമുള്ളൊരു മാസ്റ്റർ ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 390 ഈ ഒരു റൂമിന് വീതി നൽകിയിരിക്കുന്നത്. 4 മീറ്ററാണ് ഈ ഒരു റൂമിന് നീളം നൽകിയിരിക്കുന്നത്. ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു കട്ടിലാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. കിങ് സൈസിലാണ് കട്ടിൽ നൽകിയിരിക്കുന്നത്. കട്ടിലിനകത്തൊക്കെ ആർട്ടിഫിഷ്യൽ ലെതറുകൾ ഉപയോഗിച്ചിട്ടൊരു കുഷൻ ബാക്കിൽ നൽകിയിട്ടുണ്ട്. ഇവിടെ വിൻഡോ കൊടുത്തിരിക്കുന്ന നോക്കൂ, കോട്ടിൻ്റെ ഹെഡ് ബോർഡ്, ഇതിനെയാണ് ഹെഡ് ബോർഡ് എന്ന് പറയാം. ഹെഡ് ബോർഡ് ലെവലിൽ നിന്നും 1 ഫീറ്റ് ഉയർത്തിയിട്ടാണ് ഈ ഒരു വിൻഡോ നൽകിയിരിക്കുന്നത്. വലിയ സൈസിൽ നീളത്തിൽ വരുന്നൊരു വിൻഡോയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതിൽ നൽകിയിരിക്കുന്നത് റോമൻ ബ്ലൈൻഡുകളാണ്. ഈ ഭാഗത്ത് മറ്റൊരു വിൻഡോ നൽകിയിരിക്കുന്നു. 2 വിൻഡോസാണ് കൂടുതലായിട്ടും റൂമിലേക്ക് ലൈറ്റ് കൊണ്ടുവരുന്നത്. ഒരു ഡ്രസ്സിങ് ഏരിയ സിമ്പിളായിട്ട് ഇവിടെ നൽകിയിരിക്കുന്നു. അടിഭാഗത്ത് ഒരു നിഷ് സ്പേസ് നൽകിയിട്ടുണ്ട്. അതിനകത്ത് സിമ്പിളായിട്ടൊരു പ്ലെയിൻ മിറർ നൽകിയിരിക്കുന്നു. വാർഡ്രോബിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഒരു സിംഗിൾ കളർ തീമിലാണ് ഈ വാർഡ്രോബ് ചെയ്തിട്ടുള്ളത്. സ്ലൈഡിങ് വാർഡ്രോബാണ്. നമുക്ക് ഇതേപോലെ സ്ലൈഡ് ചെയ്തിട്ട് വാർഡ്രോബ് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. മുകൾ ഭാഗത്ത് സ്റ്റോറേജ് യൂണിറ്റുകൾ നൽകിയിട്ടുണ്ട്. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ടോയ്ലറ്റ് എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് വിട്രിഫൈഡ് ടൈൽ ഉപയോഗിച്ചിട്ടാണ്. അതിൽ തന്നെ വാൾഹങ് ആയിട്ടുള്ള ക്ലോസറ്റാണ് നൽകിയിരിക്കുന്നത്. ആ ഭാഗം ഹൈലൈറ്റ് ചെയ്തിട്ട് അവിടെ മാത്രം ഒരു ബ്ലൂ ഷെയ്ഡുള്ള ടൈല് നൽകിയിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗത്തെല്ലാം മാറ്റ് ഫിനിഷിൽ വരുന്ന വിട്രിഫൈഡ് ടൈലാണ് നൽകിയിരിക്കുന്നത്. ബെഡ്റൂമിൻ്റെ സീലിംഗ് ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഭംഗിയുള്ള നല്ലൊരു കണ്ടംപററി സ്റ്റൈൽ ഡിസൈനാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഒരു വുഡൻ ഷേപ്പ് ഈ ഭാഗത്ത് വരുന്നു. അതിനുശേഷം ഒരു വുഡൻ ബോർഡർ, കോവ് ലൈറ്റുകൾ, ഇങ്ങോട്ട് വരികയാണെങ്കിൽ വീണ്ടും ഒരു കോവ് ലൈറ്റുകൾ, അതിൽ തന്നെ LED പാനൽ ലൈറ്റുകൾ റൗണ്ടും സ്ക്വയറും ഒക്കെ നൽകിയിട്ട് നല്ല ഭംഗിയുള്ള ഒരു സീലിംഗ് സിസ്റ്റമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഭാഗത്താണ്. വാഷ് ബേസിനോട് തൊട്ട് ചേർന്നിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ഗസ്റ്റ് ബെഡ്റൂമാണ്. അതുകൊണ്ട് തന്നെ ഒരു മീഡിയം സൈസിലാണ് ഈ ഒരു ബെഡ്റൂം നൽകിയിരിക്കുന്നത്. 390 ബെഡ്റൂമിന് നീളം നൽകിയിരിക്കുന്നത്. 350 വീതി നൽകിയിരിക്കുന്നത്. ഈ കട്ടിലും ചുമരിനോട് ഫിക്സ്ഡ് ആയിട്ടുള്ള രീതിയിൽ പ്ലൈവുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കുഷൻ ആർട്ടിഫിഷ്യൽ ലെതർ ഉപയോഗിച്ചിട്ട് കുഷൻ നൽകിയിട്ടുണ്ട്. വിൻഡോ നമ്മൾ കഴിഞ്ഞ റൂമിൽ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് ഹൈറ്റിലാണ് നൽകിയിട്ടുള്ളത്. ഈ ഭാഗത്ത് മറ്റൊരു വിൻഡോ കൂടെ നൽകിയിട്ടുണ്ട്. ഈ വിൻഡോ നമുക്ക് എക്സ്റ്റീരിയർ സൈഡിൽ നിന്ന് കാണാൻ സാധിക്കുന്ന വിൻഡോയാണ്. വാർഡ്രോബിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ സ്ലൈഡിംഗ് ഡോറാണ് വാർഡ്രോബിന് നൽകിയിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ള വുഡൻ കോമ്പിനേഷനാണ് വാർഡ്രോബിന് യൂസ് ചെയ്തിട്ടുള്ളത്. മുകൾ ഭാഗത്ത് സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട്. ഈ ഒരു റൂമിൻ്റെ സീലിംഗ് ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ സിമ്പിളായിട്ടുള്ള ഒരു ജിപ്സം സീലിംഗ് ഡിസൈനാണ് ഈ റൂമിൽ നൽകിയിരിക്കുന്നത്. ഹെഡ് ബോർഡിനോട് ചേർന്ന് തന്നെ ഒരു ഡ്രസ്സിങ് ഏരിയ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇത് മിററാണ് നൽകിയിരിക്കുന്നത്. അതിനടുത്ത് തന്നെയാണ് ഈ റൂമിൽ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് നൽകിയിരിക്കുന്നത്. വിട്രിഫൈഡ് ടൈൽ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ടോയ്ലറ്റും ചെയ്തിരിക്കുന്നത്. സിമ്പിളായിട്ടുള്ള ഒരു ഓണിക്സ് മോഡൽ വരുന്ന വിട്രിഫൈഡ് ടൈൽ യൂസ് ചെയ്തിരിക്കുന്നു. വാൾഹങ് ആയിട്ട് വരുന്നൊരു ക്ലോസറ്റും യൂസ് ചെയ്തിട്ടുണ്ട്. സ്റ്റെയർ കേസിൻ്റെ ഡിസൈൻ നോക്കാം. ഇന്ത്യൻ മാർബിൾ തന്നെയാണ് സ്റ്റെയർ കേസിൽ നൽകിയിട്ടുള്ളത്. സ്റ്റെയർ കേസിൽ ഒരു വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്യുന്നത് LED സെൻസർ ലൈറ്റുകൾ സ്റ്റെയർ കേസിൻ്റെ അടിഭാഗത്ത് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ചവിട്ടുന്ന സമയത്ത് ഇതേപോലെ ഓട്ടോമാറ്റിക്കായിട്ട് ലൈറ്റ് കത്തുന്നുണ്ട്. ഹാൻഡ് റെയിലിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ GI പൈപ്പ് കൊണ്ടാണ് ഇവിടെ ഹാൻഡ് റെയിൽ ചെയ്തിരിക്കുന്നത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇതൊരു നല്ല മാർഗ്ഗമാണ്. നല്ല വൃത്തിയുണ്ട്. 3/4 ഇഞ്ച് GI പൈപ്പുകളാണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. മുകൾ ഭാഗത്ത് ഇവിടെ വുഡൻ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് GI പൈപ്പ് തന്നെ മരത്തിൻ്റെ ഗ്രെയിൻസ് പെയിൻറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ റിയൽ സോളിഡ് വുഡാണ് മുകൾ ഭാഗത്ത് ഈ ഒരു പോർഷനിൽ നൽകിയിട്ടുള്ളത്. ഒരു വാൾ പിക്ചർ ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട്. നേരെ നമ്മൾ അപ്സ്റ്റെയറിലേക്ക് കയറുകയാണെങ്കിൽ അവിടെ 2 ബെഡ്റൂമുകളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സ്റ്റെയർ കേസിൽ നിന്ന് നേരെ നമ്മൾ കയറി വരുന്നത് അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. ഒരു ഫാമിലി ഫംഗ്ഷനൊക്കെ വരികയാണെങ്കിൽ ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാമൊക്കെ നടത്തണമെങ്കിൽ സ്പേസ് കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു അപ്പർ ലിവിങ് സ്പേസ് നൽകിയിട്ടുള്ളത്. ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലിവിങ് സ്പേസ് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു ഭയങ്കര ടോളായിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റൊക്കെ ഇവിടെ നിന്ന് നമുക്ക് അടുത്ത് നിന്ന് കാണാൻ സാധിക്കും. ഈ ഒരു ഭാഗത്ത് അപ്സ്റ്റെയറിൽ വന്നു കഴിഞ്ഞാൽ പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ബാൽക്കണിയിലേക്ക് പോകുന്നൊരു സ്പേസ്. ഈ ഒരു ഭാഗം ബെഡ്റൂമാണ്.
അവിടെ മറ്റൊരു ബെഡ്റൂം ഉണ്ട്. ഇവിടെ ബാക്ക് സൈഡിലേക്ക് ബാൽക്കണിയിലേക്ക് പോകുന്നൊരു സ്പേസ് ഇവിടെയും നൽകിയിട്ടുണ്ട്. ഓരോ ബെഡ്റൂമുകളും നമുക്കൊന്ന് കാണാം. ആദ്യം നമുക്ക് ഫസ്റ്റ് ബെഡ്റൂം ഒന്ന് കാണാം. ഈ ഒരു റൂമിൻ്റെ സൈസ് പറയുകയാണെങ്കിൽ ഒരു മീഡിയം സൈസാണ് വരുന്നത്. 3.60 ഇതിന് വീതി വരുന്നു, 3.90 ഇതിന് നീളം വരുന്നത്. ബെഡിലേക്ക് വരികയാണെങ്കിൽ ഒരു ബെഡ്റൂം സെറ്റാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അതായത് ഇതിൻ്റെ ഹെഡ് ബോർഡ്, അതിൻ്റെ 2 സൈഡ് ടേബിളുകൾ, വാർഡ്രോബ്, ഇതെല്ലാം നമുക്ക് സെറ്റായിട്ടാണ് അവൈലബിൾ ആവുക. ഇത് നമുക്ക് റെഡിമെയ്ഡായിട്ടും പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് പ്ലൈവുഡിൽ നിർമ്മിച്ചിട്ട് സെയിം രീതിയിൽ ലാമിനേറ്റ് ചെയ്തിട്ടും ഉണ്ടാക്കാം. ഇവിടെ നൽകിയിരിക്കുന്നത് ഡ്രസ്സിങ് യൂണിറ്റും ഇതിനോട് ചേർന്ന് തന്നെ വരുന്ന രീതിയിലാണ് നൽകിയിരിക്കുന്നത്. 2 വിൻഡോസ് വരുന്നുണ്ട്. ഒരു വിൻഡോ ഇവിടെ വരുന്നു, രണ്ടാമത്തെ വിൻഡോ നേരെ ഹെഡ് ബോർഡിൻ്റെ മുകളിൽ ചെറിയ സൈസിൽ വരുന്നുണ്ട്. രണ്ടിനും റോമൻ ബ്ലൈൻഡുകളാണ് നൽകിയിട്ടുള്ളത്. സീലിങ്ങിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ജിപ്സം സീലിംഗ് ആണ് നൽകിയിട്ടുള്ളത്. സിമ്പിൾ ആയിട്ടുള്ള സീലിംഗ് ഡിസൈനാണ് നൽകിയിരിക്കുന്നത്. അതിലെല്ലാം കോവ് ലൈറ്റും നൽകിയിട്ടുണ്ട്. ഈ വീടിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നത് ഈ ഭാഗത്താണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ ടോയ്ലറ്റിൽ ചെയ്തിരിക്കുന്ന സെയിം ടൈൽ ഫോർമാറ്റാണ് ഇവിടെ അപ്സ്റ്റെയറിലും ചെയ്തിരിക്കുന്നത്. അപ്പർ ലിവിങ് സ്പേസിൽ നല്ല പ്രൈവസി ലഭിക്കുന്ന രീതിയിൽ വേറൊരു ഭാഗത്തായിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം നൽകിയിട്ടുള്ളത്. ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റിൻ്റെ ഡോറ് നൽകിയിരിക്കുന്ന കയറി പോകുന്ന പാസേജ് സ്പേസിൽ തന്നെയാണ്. നേരെ ബെഡ്റൂമിലേക്ക് വരികയാണെങ്കിൽ സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. 3.90 ബെഡ്റൂമിന് നീളം വരുന്നത്. ഏകദേശം 4 മീറ്ററിനകത്ത് ബെഡ്റൂമിന് വീതിയും വരുന്നുണ്ട്. ഇവിടെയും ബെഡ്റൂം സെറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പല ഡിസൈനിലുള്ള ബെഡ്റൂം സെറ്റുകൾ പരിചയപ്പെടുത്തുന്ന നിരവധി വീഡിയോസും മൈ ബെറ്റർ ഹോം ചാനലിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പല ഫേർണിച്ചർ ഷോപ്പുകളിലും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ലഭിക്കുന്ന ഫേർണിച്ചർ ഷോപ്പുകൾ ഞങ്ങൾ വിസിറ്റ് ചെയ്തിട്ട് അവിടെ എത്രയൊക്കെയാണ് ഈ പ്രൊഡക്റ്റുകളുടെയൊക്കെ റേറ്റ് എന്നൊക്കെ നമ്മൾ കാണിക്കുന്ന വീഡിയോസ് ഉണ്ട്. കാണാത്ത ആളുകൾക്ക് അതൊക്കെ ഒന്ന് കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ഈ ബെഡ്റൂം സെറ്റുകൾക്കൊക്കെ എന്ത് പ്രൈസ് ആകുമെന്ന് കാണാവുന്നതാണ്. 2 വിൻഡോസാണ് ഈ ഒരു ബെഡ്റൂമിൽ വരുന്നത്. ഇവിടെ ഒരു വിൻഡോ വരുന്നു, ആ ഭാഗത്തും ഒരു വിൻഡോ വരുന്നു. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നുള്ള കാര്യം നമുക്കൊന്ന് കാണാം. വിട്രിഫൈഡ് ടൈൽ ഉപയോഗിച്ചിട്ടാണ് ഇവിടുത്തെ ടോയ്ലറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും എല്ലാം ടോയ്ലറ്റെല്ലാം സെയിം പാറ്റേൺ ആണ് ചെയ്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷിൽ വരുന്ന വിട്രിഫൈഡ് ടൈൽ ഇവിടെ നൽകിയിരിക്കുന്നു. ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്ന ഡിസൈനർ ടൈല് വാൾ ഹാങ്ങർ ക്ലോസറ്റ് വരുന്ന ഭാഗത്ത് ഹൈലൈറ്ററായിട്ട് നൽകിയിരിക്കുന്നു. കിച്ചൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ലെങ്തി ആയിട്ടുള്ള വലിയ സൈസുള്ള ഒരു കിച്ചനാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. 6.5 മീറ്ററാണ് കിച്ചന് നീളം നൽകിയിട്ടുള്ളത്. 3.5 മീറ്ററാണ് കിച്ചന് വീതി നൽകിയിട്ടുള്ളത്. ഇവിടെ കൗണ്ടർ ടോപ്പ് നൽകുന്നതാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറയേണ്ടത്. ഈ ഒരു ഭാഗത്തൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ പോലെ തന്നെ സ്ലാബ് അടിച്ചിരിക്കുകയാണ്. കോൺക്രീറ്റിൽ തന്നെ സ്ലാബ് അടിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ടൈലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ബ്ലാക്ക് കളർ കൗണ്ടർ ടോപ്പാണ് നൽകിയിട്ടുള്ളത്. ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഇവിടെ വരുന്ന സമയത്ത് അപ്പർ ക്യാബിനറ്റ് എല്ലാം ഒരു ഡാർക്ക് ബ്ലാക്ക് ടോണിൽ ചെയ്തിരിക്കുന്നു. ബേസ് ക്യാബിനറ്റ് എല്ലാം ഒരു ഗ്രേ പ്ലസ് വൈറ്റ് കോമ്പിനേഷനാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു വാളിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ കിച്ചൺ വാർക്കുന്ന സമയത്ത് തന്നെ സ്ലാബ് അടിച്ചിരുന്നു. അതിൻ്റെ മുകളിലേക്ക് ഫുൾ ഭാഗം ഇതേപോലെ സ്റ്റോറേജ് സ്പേസ് ആയിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്തിരിക്കുകയാണ്. പ്ലൈവുഡിൽ ലാമിനേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഡോറുകൾ നൽകിയിട്ടുള്ളത്. ഇവിടെ സ്റ്റോർ റൂം നൽകിയിട്ടുണ്ട്. സ്റ്റോർ റൂമിൻ്റെ ഡോറ് കംപ്ലീറ്റ് ആയിട്ട് അക്രിലിക് ലാമിനേറ്റ് ഉപയോഗിച്ചിട്ട് ലാമിനേഷൻ നൽകിയിട്ടുണ്ട്. സ്റ്റോർ റൂം സ്പേസ് ഉള്ളിലേക്ക് അത്യാവശ്യം സൗകര്യമുള്ള സ്റ്റോർ റൂം സ്പേസ് അകത്ത് നൽകിയിട്ടുണ്ട്. ഇവിടെ വർക്ക് നടക്കുന്ന ഒരു ചെറിയൊരു വർക്ക് ഏരിയ സ്പേസ് കൂടെ കിച്ചന് ശേഷം നൽകിയിട്ടുണ്ട്. അവിടെ ഇപ്പോൾ ഓൾറെഡി ഞങ്ങളിപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. ഹുഡ് ആൻഡ് ഹോബ് നൽകിയിരിക്കുന്നത് ഈ ഭാഗത്താണ്. സിങ്ക് വരുന്നത് ഇവിടെയാണ്.